നെക്സ്റ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്ട്സ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്ട്സ്. അതിലാദ്യത്തേതാണ് യൂണിഫോം സർക്കുലർ റിംഗ്. യൂണിഫോം സർക്കുലർ റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. സർക്കുലർ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ്. ഇതാണ് സർക്കുലർ റിംഗ്. ഈ പോർഷനിലാണ് മാസ് ഉള്ളത്, മനസ്സിലായല്ലോ. എലോങ് ദ പെരിമീറ്റർ ഇവിടെയാണ് മാസ് ഉള്ളത്. ഇതിനുള്ളിലൊന്നുമില്ല, എം ടി ആണ്. നമ്മളിത് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. സപ്പോസ് ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ. ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ. ഇതിനെ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ് എബൌട്ട് ദിസ് ആക്സിസ്. ഇപ്പോൾ നമ്മളിതിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സപ്പോസ് ഇതിൻ്റെ റേഡിയസ് ആർ ആണ്, പിന്നെ മാസ് എം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, റേഡിയസ് ആറും മാസ് എം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഡെറിവേഷൻ എക്സാമിനില്ല, അതുകൊണ്ട് ഡെറിവേഷൻ പറയണില്ല. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല m1r1 ഓർമ്മയുണ്ടല്ലോ. m1r1 പ്ലസ് m2r2 പ്ലസ് m3r3 എക്സിട്ര എക്സിട്ര. ഇതിനകത്തുള്ള ഓരോ പോയിൻറ്റിനും മാസ് ഉണ്ടല്ലോ. അപ്പോൾ m1 ഇൻറ്റു r1 പ്ലസ് m2 ഇൻറ്റു r2 എക്സിട്ര. അതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു റിസൾട്ട് കിട്ടും. പ്രൂഫ് സിലബസിലില്ല, അതുകൊണ്ട് പ്രൂഫ് പറഞ്ഞ് സമയം കളയുന്നില്ല. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് വെർട്ടിക്കൽ ആക്സിസ് കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. mr² ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിങ്ങിൻ്റെ മാസാണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്. ഓക്കെ ആണല്ലോ. ആക്സിസ് ശ്രദ്ധിക്കണം. അടുത്തത് യൂണിഫോം സർക്കുലർ ഡിസ്ക് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. യൂണിഫോം സർക്കുലർ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. ഡിസ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതിലുള്ള ഓരോ പോയിൻറ്റിനും മാസ് ഉണ്ട്. ഇതിൻ്റെ ബൗണ്ടറി ഒരു സർക്കിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ. നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ വരുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഡിസ്കിൻ്റെ ആകെ മാസ് ക്യാപിറ്റൽ എന്നും റേഡിയസ് ക്യാപിറ്റൽ ആറും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല, പ്രൂഫ് വേണ്ട. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓരോ പോയിൻറ്റിനും മാസുകളുണ്ട്. m1r1 പ്ലസ് m2r2 എക്സിട്രയാണ്. പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, ബൈ ഹാർട്ടാക്കി വെക്കണം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്. ഇപ്പോൾ റിങ്ങിൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr²ഉം യൂണിഫോം സർക്കുലർ ഡിസ്ക് ആകുമ്പോൾ mr²/2 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് യൂണിഫോം റോഡ് നോക്കാം. പറയുന്നതെല്ലാം ബൈ ഹാർട്ടാക്കാനുള്ളതാണ്. യൂണിഫോം റോഡ്, ഇത് യൂണിഫോം റോഡാണ്. അതായത് എല്ലാ പോയിൻറ്റിലും ഒരേ മാസാണ്. അതിനാണ് നമ്മൾ യൂണിഫോം റോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മിഡിൽ പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട്. നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യണം, മനസ്സിലായല്ലോ. ഈ ആക്സിസിൽ വെച്ചിട്ട് ഇതിനിങ്ങനെ കറക്കണം, റൊട്ടേറ്റ് ചെയ്യണം. ഇതിൻ്റെ ആകെ മാസ്, ഈ റോഡിൻ്റെ ആകെ മാസ് ക്യാപിറ്റൽ എം ആണ്. പിന്നെ ലെങ്ത് ഓഫ് ദ റോഡ്, ലെങ്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എല്ലാണ്. അങ്ങനെ ലെങ്ത് എല്ലാണ്, മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ടാക്കിയാൽ മതി, പ്രൂഫ് വേണ്ട. ml²/12 ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ടോട്ടൽ മാസും, എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആകെ ലെങ്ത്തും. അപ്പോൾ ഇവിടെ ആക്സിസ് പാസിങ് ത്രൂ ദ മിഡിൽ പോയിൻറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ. നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ml²/12 ആണ്. ഹോളോ സിലിണ്ടറാണ് ഇനി അടുത്തത്. അപ്പോൾ യൂണിഫോം റോഡ് മനസ്സിലായല്ലോ, ബൈ ഹാർട്ടാക്കി വെക്കേണ്ട ഫോർമുലയാണിത്. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിന് ഈ സർഫസ് മാത്രമേ ഉള്ളൂ.
ഇതിനകത്തൊന്നുമില്ല. ഇതിനെന്തുണ്ട്? ഇതേപോലത്തെ സർഫസ് ഉണ്ട്, ഇങ്ങനത്തെ സർഫസ് ഉണ്ട്. അല്ലാതെ ഇതിനുള്ളിൽ എം ടി ആണ്, ഇതിനകത്ത് എം ടി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇതിൻ്റെ ആകെ മാസ് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ടോട്ടൽ മാസ് ഇവിടെ എഴുതിയാൽ മതിയല്ലോ അല്ലേ. ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം എബൌട്ട് ദ ആക്സിസ്. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ബൈ ഹാർട്ടാക്കി വെക്കാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബൈ ഹാർട്ടാക്കണം. ഇത് ഹോളോ സിലിണ്ടർ ആണ് കേട്ടോ. mr² ആണ് ഫോർമുല. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? mr². ഓക്കെ ആയാലോ. ഹോളോ സിലിണ്ടർ. ഇനി സോളിഡ് സിലിണ്ടർ നോക്കാം. സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം മാസ് ഉണ്ട്. ഇവിടെ ഇതിനകത്ത് എം ടി ആണ്. സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലായിടത്തും എല്ലാ ഉള്ളിലും സർഫസിലെല്ലാം പോയിൻ്റ് ഉണ്ട്, മാസ് ഉണ്ട്. ഇതിൻ്റെ ആകെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആകെ മാസ് ക്യാപിറ്റൽ എം ആണ്. റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ വരുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബൈ ഹാർട്ടാക്കി വെക്കുക. mr²/2 ആണ്. ബൈ ഹാർട്ടാക്കി വെക്കണം. സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്. ഇനി വേറെ രണ്ടെണ്ണം കൂടിയുണ്ട്. ഹോളോസ്പിയർ. ഹോളോസ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല, സർഫസ് മാത്രമേ ഉള്ളൂ. ഈ സ്പിയറിന് എന്ത് മാത്രമേ ഉള്ളൂ? സർഫസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ആക്സിസ് വരച്ചു. നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇതിൻ്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ എമ്മും ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറാണ്. സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ആക്സിസ് വരച്ചു. ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഇത് ഹോളോസ്പിയർ ആണ്, ഉള്ളിലൊന്നുമില്ല. ഇവിടെ വരുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2/3 mr² ആണ്. ബൈ ഹാർട്ടാക്കി വെക്കുക. പ്രൂഫില്ല. ആൻഡ് ലാസ്റ്റ് വൺ സോളിഡ് സ്പിയർ ആണ്. സോളിഡ് സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്പിയറിനുള്ളിലെല്ലാം പോയിൻ്റ് ഉണ്ട്, മാസ് ഉണ്ട്, സർഫസിലും ഉണ്ട്. ഇവിടെ ഇത് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിക്കുക. മാസ് ക്യാപിറ്റൽ എം ആണ്. ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബൈ ഹാർട്ടാക്കി വെക്കുക. 2/5 mr² ആണ്. ഓക്കെ ആയല്ലോ. ഇതെല്ലാം പഠിക്കാനുള്ളതാണ്.